പന്തളം രാജാവ് വിവാഹത്തിന് ശേഷം കായംകുളം കൊട്ടാരത്തിൽ താമസിക്കുന്ന സമയത്ത് ഒരു ദിവസം അപ്രതീക്ഷിതമായി രാജാവ് ഒരു ആയുധ പരീക്ഷണം നടത്താൻ കൽപ്പിച്ചു. എല്ലാവരെയും അതിശയിപ്പിച്ച് ഒരു യുവാവ് മുന്നോട്ടു വന്നു. അപരിചിതനായ ഒരു യുവാവ്. എന്നാൽ കൊട്ടാരത്തിലെ ഭടന്മാരെ എല്ലാം പരാജയപ്പെടുത്തി അവൻ ഓരോ പരീക്ഷണവും വിജയിച്ചു. രാജാവ് അവനോട് ചോദിച്ചു, നിനക്ക് എന്താണ് സമ്മാനം വേണ്ടത്? അപ്പോൾ അവൻ പറഞ്ഞു, എന്റെ വില്ലിൽ നിന്ന് എയ്യുന്ന ഈ ശരം വന്ന് പതിക്കുന്ന സ്ഥലവും അതിന്റെ ചുറ്റുമുള്ള ഭൂമിയും കരമൊഴിവാക്കി എനിക്ക് കൽപ്പിച്ചു തന്നാൽ മതി. രാജാവ് സമ്മതിച്ചു. അങ്ങനെ അവൻ ശരമെയ്തു. ഒടുവിൽ അത് വന്നു പതിച്ചത് 3 വശവും ജലത്താൽ ചുറ്റപ്പെട്ട ഒരു അത്ഭുതകരമായ തുരുത്തിൽ. അങ്ങനെ ശരം വീണ സ്ഥലം കണ്ടെത്താനായി രാജാവും ഭടന്മാരും ആ യുവാവും ചേർന്ന് യാത്രയായി. കുറച്ചു ദൂരം കിഴക്ക് തെക്കായി എത്തിയപ്പോൾ അവരുടെ കണ്ണിൽ പതിഞ്ഞത് ഒരു ശാന്തമായ പൊയ്ക. അതിന്റെ സമീപത്ത് ചില കാളകൾ മേയുന്നതും കാണാമായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി ആ കാളകളിലൊന്ന് രാജാവിന്റെ നേരെ പാഞ്ഞെത്തി. ഭയം പിടിച്ച ഭടന്മാർ ഒന്നൊന്നായി പിന്നോട്ടോടി. പക്ഷേ അഭ്യാസിയും ധീരനുമായ അവൻ പാഞ്ഞെത്തിയ കാളയെ നേരിട്ടു. കാളയെ കീഴ്പ്പെടുത്തി രാജാവിന്റെ ജീവൻ രക്ഷിച്ചു. ആ ദിവ്യ സംഭവം നടന്ന സ്ഥലം ഇന്നും കാളകുത്തും പൊയ്ക എന്ന പേരിൽ അറിയപ്പെടുന്നു. അവർ വീണ്ടും മുന്നോട്ട് നടന്നു. ശരം പതിച്ച തുരുത്തിന്റെ സമീപമെത്തി. എന്നാൽ തടാകം മുറിച്ചു കടന്നാലേ അവിടെ എത്താനാവും. രാജാവിനൊപ്പമുണ്ടായിരുന്ന ആ യുവാവ് ഒരു പൊങ്ങുതടിയിൽ രാജാവിനെ കയറ്റിവിട്ടു. കരയിൽ കാൽ വെച്ച രാജാവ് തിരിഞ്ഞു നോക്കിയപ്പോൾ അവനെ കാണാനില്ല. തന്നെ കടത്തിക്കൊണ്ടുവന്ന ആ പൊങ്ങുതടി ഒരു മുതലയായി മാറി. രാജാവ് നടന്ന് തുരുത്തിലെത്തി. അവിടെ കണ്ടതൊരു ശിലാവിഗ്രഹം. ആ വിഗ്രഹത്തിൽ ചാർത്തിയിരിക്കുന്നത് താൻ ശബരിമലയ്ക്ക് സമർപ്പിച്ചിരുന്ന കിരീടവും മുത്തുമാലകളും. അപ്പോൾ രാജാവിന് മനസ്സിലായി, തന്നോടൊപ്പം നടന്നു വന്ന ആ യുവാവ് മറ്റാരുമല്ല, ശ്രീ ധർമ്മശാസ്താവായിരുന്നു എന്ന്. ആ ദിവ്യാനുഭവത്തിന്റെ സ്മരണയ്ക്കായി കായംകുളം കൊട്ടാരത്തിലെ രാജാവ് അവിടെ ഒരു മഹാക്ഷേത്രം പണികഴിപ്പിച്ചു. ഇന്ന് ഭക്തർ ദർശനം നടത്തുന്ന വിശ്വാസത്തിന്റെ പ്രതീകം, ശാസ്താവിന്റെ കരുണയുടെ ജീവനുള്ള തെളിവ്, ശാസ്താകോട്ട ശ്രീ ധർമ്മ